Welcome to another video lecture, and it is about vibrational spectroscopy. So we already learned about rotational spectroscopy, and in that section we used rigid rotator model to explain the rotational energy levels, rotational transitions, etc. Rigid rotator model means the bond is fixed. അവിടെ ബോണ്ട് നമ്മൾ ഫിക്സഡ് ആയിട്ട് ആർ എന്നുള്ള ബോണ്ട് ലെങ്ത്തിന് ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ബോണ്ട് ഫിക്സഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. എന്നിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്ത് വന്നത്. But actually a molecule means a system of different ball. ഒരു മോളിക്യൂളിനെ നമുക്ക് രണ്ട് ബോളായിട്ട് കൺസിഡർ ചെയ്യാം, ആൻഡ് ദാറ്റ് ഈസ് കണക്റ്റഡ് ത്രൂ എ സ്പ്രിങ്. നമുക്കൊരു മോളിക്യൂളിനെ ഇങ്ങനെ കണക്കാക്കാം അല്ലേ. ഇതൊരു ഡയറ്റോമിക് മോളിക്യൂളിനെ ഇങ്ങനെ മനസ്സിലാക്കാം. ട്രയാറ്റോമിക്, പോളിയാറ്റോമിക് മോളിക്യൂൾസിനെയൊക്കെ നമുക്കങ്ങനെ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് ബോൾസ് കണക്റ്റഡ് ത്രൂ സ്പ്രിങ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് വി നോ ദ നേച്ചർ ഓഫ് സ്പ്രിങ് ഈസ് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. സോ molecule, in the case of molecules, the bonds are flexible. That means molecules can vibrate. മോളിക്യൂള് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇത് നോക്കൂ, ഇതൊരു എ ബി എന്നുള്ളൊരു മോളിക്യൂള്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഈസ് ആർ. സോ ഇറ്റ് ക്യാൻ വൈബ്രേറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ ബോണ്ട് ലെങ്ത്തിന് മാറ്റം വരാം. നോക്കൂ, ഈ മോളിക്യൂൾ ഇങ്ങനെ ചെറുതായി അല്ലേ. അതുപോലെ തന്നെ ഇത് ഇലോങ്ങേറ്റ് ചെയ്തു, ഇത് കൺട്രാക്ട് ചെയ്തു, ഇലോങ്ങേറ്റ് ചെയ്തു. അപ്പോൾ മോളിക്യൂൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ബോണ്ട് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് ഇറ്റ് ചേഞ്ചസ് ദ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്. നോക്കൂ, ഇവിടെ ഇങ്ങനെ ബോണ്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ അവിടെ നിന്നാണ്, അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയിൽ നിന്നാണ് നമുക്ക് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി നമുക്കൊരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. ബിക്കോസ് ഓഫ് this vibrating property we have the vibrational spectroscopy. Okay, so we want to study the different types of vibration, and there are stretching and bending modes of vibration. മോളിക്യൂളിനെ രണ്ട് തരത്തിൽ വൈബ്രേറ്റ് ചെയ്യാം, ദാറ്റ് is stretch ചെയ്യാം അല്ലെങ്കിൽ ബെൻഡ് ചെയ്യാം. So these are the two types of vibration. So first we want to study normal mode of vibration. നോർമൽ മോഡ് എന്ന് പറഞ്ഞാൽ ഓൾ ദ ആറ്റംസ് ഓസിലേറ്റ് വിത്ത് ദ സെയിം ഫ്രീക്വൻസി ആൻഡ് പാസ് ത്രൂ ദെയർ ഇക്വിലിബ്രിയം പൊസിഷൻ സൈമൾട്ടേനിയസ്ലി. ഒരു മോളിക്യൂള് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ആറ്റംസും ഈക്വൽ ആയിട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്നത് സെയിം ഫ്രീക്വൻസി ഉപയോഗിച്ചാണ്, സെയിം ഫ്രീക്വൻസിയിലൂടെയാണ്. ആൻഡ് പാസസ് ത്രൂ ഇക്വിലിബ്രിയം പൊസിഷൻ സൈമൾട്ടേനിയസ്ലി, ഒരേ സമയത്ത് തന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം മോഡ്സിനെയാണ് നമ്മൾ നോർമൽ മോഡ്സ് എന്ന് പറയുന്നത്. So what is meant by normal modes? In these type of vibrations, all the atoms oscillate with the same frequency and pass through their equilibrium position simultaneously. And for diatomic molecule, ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ഹാവ് ഓൺലി വൺ മോഡ്, നോർമൽ മോഡ്. ഒരു ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ കേസിലാണെങ്കിൽ ഇതിന് ഒരൊറ്റ നോർമൽ മോഡ് ഓഫ് വൈബ്രേഷനേ ഉണ്ടാവുള്ളൂ, ദാറ്റ് ഈസ് എലോങ് ദി ആക്സിസ്. സോ ഫോർ ഡയറ്റോമിക് മോളിക്യൂൾസ് ഇറ്റ് ഹാവ് ഓൺലി വൺ നോർമൽ മോഡ്. But for polyatomic molecules, they have more number of normal modes. ഒന്നിലധികം normal modes of vibration ഉണ്ട്. And these polyatomic molecules are again classified into two categories based on their structure, and it is linear and non-linear. That is, polyatomic molecules are classified into linear molecules and non-linear molecules. And for linear molecules there are 3n-5 normal modes of vibration. ഒരു മോളിക്യൂളിന് എത്ര നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ, നോർമൽ മോഡ് എന്ന് പറഞ്ഞാൽ എത്ര തരത്തിൽ അതിന് വൈബ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി നമ്മളത് കൂടുതലായിട്ട് പഠിക്കും. സോ ഫോർ എ ലീനിയർ മോളിക്യൂൾ ഇറ്റ് മസ്റ്റ് ഹാവ് 3n-5 നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ, ആൻഡ് ഫോർ നോൺ ലീനിയർ മോളിക്യൂൾ ഇറ്റ് മസ്റ്റ് ഹാവ് 3n-6 നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ, where n represents number of atoms. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ലീനിയർ മോളിക്യൂൾ എടുക്കാം, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതൊരു പോളി അറ്റോമിക് ആണ് അല്ലേ. ഇറ്റ് കണ്ടെയ്ൻ 3 ആറ്റംസ് കാർബൺ ഡൈ ഓക്സൈഡ്, ആൻഡ് ഈ സ്ട്രക്ചർ ഈസ് ലീനിയർ. ഇതൊരു ലീനിയർ മോളിക്യൂളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. സോ 3 ആയതുകൊണ്ട് നമുക്ക് എത്ര നോർമൽ മോഡ്സ് ഉണ്ടെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 3 × n 3 ആണ്, -5, this is equal to 4. So this carbon dioxide molecule have 4 normal modes of vibration. അതിനർത്ഥം കാർബൺ ഡൈ ഓക്സൈഡിന് 4 തരത്തിൽ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും.
Now consider a non-linear molecule. വാട്ടർ എന്ന് പറയുന്ന നോൺ ലീനിയർ മോളിക്യൂൾ ആണ് അല്ലേ, ഒരു ബെൻഡ് സ്ട്രക്ചർ ആണ്, വി ഷേപ്പ് ആണ്, ആംഗുലർ ഷേപ്പ് ആണ് വാട്ടർ മോളിക്യൂളിന് അല്ലേ. അപ്പോൾ അതിൽ എത്ര നോർമൽ മോഡ് ഉണ്ട് എന്നറിയാൻ നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 3 × 3 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. സോ എ വാട്ടർ മോളിക്യൂൾ ഹാവ് 3 നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ. അതായത് വാട്ടർ മോളിക്യൂളിന് 3 തരത്തിൽ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. And these fundamental vibrations are classified into 2, stretching and bending vibrations. മോളിക്യൂളിന് സ്ട്രെച്ച് ചെയ്യാം അല്ലെങ്കിൽ ബെൻഡ് ചെയ്യാം. സോ വാട്ട് ഈസ് മീൻ ബൈ സ്ട്രെച്ചിങ്? സ്ട്രെച്ചിങ് മീൻസ് റിതമിക് മൂവ്മെൻറ്റ് എലോങ് ആക്സിസ്. ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് അതിങ്ങനെ ഒരു റിതമിക് മൂവ്മെൻറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. സോ ഡ്യൂറിങ് സ്ട്രെച്ചിങ് ദാറ്റ് മീൻസ് വി നോ ആർ ചേഞ്ചസ്, ആർ ഡിക്രീസ് ചെയ്യും, ആർ ഇൻക്രീസ് ചെയ്യും അല്ലേ. So during the stretching vibrations R decreases or R increases. നോക്കൂ, ബോണ്ട് ഇങ്ങനെ കൂടും കുറയാണ് ചെയ്യുന്നത് അല്ലേ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ. സോ R ഡിക്രീസ് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതിനെയാണ് നമ്മൾ സ്ട്രെച്ചിങ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. സോ ദെൻ ബെൻഡിങ് മീൻസ് ചേഞ്ച് ഇൻ ബോണ്ട് ആംഗിൾ. ബോണ്ട് ആംഗിൾ ഉണ്ട്. ഇപ്പോൾ നോക്കൂ, ഇവിടെ വാട്ടർ മോളിക്യൂൾ ഈ ഒരു ആംഗിളിലാണ് നിൽക്കുന്നത്. നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലേ, ബോണ്ട് ആംഗിളൊക്കെ പഠിച്ചിട്ടുണ്ട് വാട്ടർ. അപ്പോൾ ബോണ്ട് ആംഗിളിന് ചേഞ്ച് വരും. ഇതിങ്ങനെ മോളിക്യൂൾ, ഈ ഹൈഡ്രജൻ ഇങ്ങനെ മോളിക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ബോണ്ട് ആംഗിൾ ചേഞ്ച് വരുന്നു. അത് ഇൻ പ്ലെയിൻ, ഔട്ട് ഓഫ് പ്ലെയിൻ ഒക്കെ ഉണ്ട്. അങ്ങനെ ബോണ്ട് ആംഗിൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബെൻഡ് ചെയ്യുക. അപ്പോൾ മോളിക്യൂൾ ബെൻഡ് ചെയ്യുകയാണ്, അതും ഒരു ടൈപ്പ് ഓഫ് വൈബ്രേഷൻ ആണ് അല്ലേ. സോ ബെൻഡിങ് വൈബ്രേഷൻ മീൻസ് ചേഞ്ച് ഇൻ ബോണ്ട് ആംഗിൾ. So these various stretching and bending vibrations occur at quantized frequencies. മോളിക്യൂള് സ്ട്രെച്ച് ചെയ്യുമ്പോഴും ബെൻഡ് ചെയ്യുമ്പോഴും ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് അത് ബെൻഡ് ചെയ്യുന്നതും സ്ട്രെച്ച് ചെയ്യുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു മോളിക്യൂള് വൈബ്രേറ്റ് ചെയ്യുന്നത് ഓരോ പർട്ടിക്കുലർ ഫ്രീക്വൻസീസിലാണ്. സോ അത്തരം ഒരു മോളിക്യൂളിനെ നമ്മളൊരു ക്യുവറ്റിലെടുത്തു, നമ്മളൊരു ഇതിലെടുത്തു. ഓക്കെ, അതിലേക്ക് നമ്മൾ റേഡിയേഷൻ പാസ് ചെയ്യുകയാണ്. സോ വരുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയും ഈ മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും ഈക്വൽ ആവുമ്പോൾ എന്ത് സംഭവിക്കും? മോളിക്യൂള് റേഡിയേഷനെ അബ്സോർബ് ചെയ്യും. അങ്ങനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഒക്കേഴ്സ് ഇൻക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ. ഫോർ എക്സാമ്പിൾ നോക്കൂ, മോളിക്യൂൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യായിരുന്നു, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യായിരുന്നു. ഓക്കെ, അപ്പോൾ അതിലേക്കൊരു റേഡിയേഷൻ വന്നു. ആ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ഈ മോളിക്യൂളിൻ്റെ ഫ്രീക്വൻസിയായിട്ട് ഈക്വൽ ആണ് എങ്കിൽ അത് കുറച്ചുകൂടിയും സ്പീഡിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതിൻ്റെ ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടിയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്യും. ആൻഡ് വി നോ ഈ വൈബ്രേഷണൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആവുന്ന ഫ്രീക്വൻസി നമ്മളുടെ IR റേഡിയേഷൻസിനാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിലെ IR റേഡിയേഷൻസിനാണ് ഒരു മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയായിട്ട് മാച്ചിങ് വരുന്നത്. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു അബ്സോർപ്ഷൻ ഓഫ് IR റേഡിയേഷൻ. അപ്പോൾ നമ്മളൊരു മൈക്രോവേവ് റേഡിയേഷൻ പാസ് ചെയ്യുമ്പോൾ മോളിക്യൂൾ അബ്സോർബ് ചെയ്യില്ല അല്ലെ, അതിൻ്റെ വൈബ്രേഷണൽ ഒരു ട്രാൻസിഷൻസ് ഒന്നും വരില്ല. ബട്ട് ഓൺലി ത്രൂ IR ആവുമ്പോഴാണ് മോളിക്യൂളിലെ വൈബ്രേഷൻ മാറുന്നത്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറുന്നത്. സോ മോളിക്യൂളിലേക്ക് IR റേഡിയേഷൻ ഫോളോ ചെയ്യുമ്പോൾ ദ മോളിക്യൂൾ വിൽ ചേഞ്ചസ് ടു ഹയർ ലെവൽസ്. ഇറ്റ് വിൽ റൈസസ് ടു ഹയർ എനർജി ലെവൽസ്. സോ ഹിയർ വി ഹാവ് എ മോളിക്യൂൾ AB എന്നുള്ളൊരു മോളിക്യൂള്. അപ്പോൾ നോക്കൂ, അത് വൈബ്രേറ്റ് ചെയ്യുകയാണ്. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആദ്യം ഈ ഒരു ഡിസ്റ്റൻസിലായിരുന്നു, പിന്നെ അതിങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് അപ്പോൾ ഒരു ചെറിയൊരു വൈബ്രേഷൻ അല്ലേ, മോളിക്യൂൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ എനർജി E1 ആണ്. അതായത് E1 എന്നുള്ള വൈബ്രേഷണൽ എനർജി യൂസ് ചെയ്തിട്ടാണ് ആ മോളിക്യൂൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടിയും എനർജി കൂടിയൊരു വൈബ്രേഷൻ ഉണ്ട്, അപ്പോൾ കുറച്ചുകൂടി സ്പീഡ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മോളിക്യൂൾസിലുള്ള ആ ആറ്റംസ് കുറച്ചുകൂടി അടുത്തേക്ക് വരും, കൂടുതൽ ദൂരം ഇലോങ്ങേറ്റ് ചെയ്യും. ഓക്കെ, ഇനിയും കുറച്ചുകൂടി സ്പീഡുള്ള വൈബ്രേഷൻ ആകുമ്പോൾ ഒന്നുകൂടി അടുത്തേക്ക് വരും, കുറേ ദൂരത്തേക്കും പോകും. അപ്പോൾ എനർജി കൂടുന്ന വൈബ്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഡിസ്റ്റൻസ് മാറുക ചെയ്യുന്നത്. നോക്കൂ, അപ്പോൾ ഇവിടെ ഇത്ര ഡിസ്റ്റൻസിലാണ് വന്നത്, ഇത്രയാണ് ഇലോങ്ങേറ്റ് ചെയ്തത്. കുറച്ചുകൂടി ഹൈ എനർജി വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ മോളിക്യൂൾ കുറച്ചുകൂടി ഈ ആറ്റംസ് മോളിക്യൂൾ അല്ല കേട്ടോ, ആറ്റംസ് കുറച്ചുകൂടി അടുത്തേക്ക് വരും, ആറ്റംസ് കുറച്ചുകൂടി ദൂരത്തേക്ക് ഇലോങ്ങേറ്റ് ചെയ്യും. വീണ്ടും കുറച്ച് എനർജി കൂടിയ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ മോളിക്യൂൾസ് ഒന്നുകൂടി അടുത്തേക്ക് വരും, കൂടുതൽ ദൂരത്തേക്ക് ഇലോങ്ങേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ്, അപ്പോൾ ഡിഫറെൻറ്റ് എനർജീസിലാണ് ഈ മോളിക്യൂൾ ഇങ്ങനെ
ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കാം. സോ എനർജി ഇ എന്നുള്ള എനർജി, അതായത് വൈബ്രേഷണൽ എനർജിയാണ്. ഇവിടെ നമ്മൾ ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആർ എന്ന് കൊടുത്തു. സോ നമ്മൾ എനർജി ഡയഗ്രാം വരച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു പരാബോളയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഒരു പർട്ടിക്കുലർ എനർജി, ഇവിടെയുള്ളൊരു എനർജിയെ വിചാരിച്ചോളൂ, അതിന് 2 ആർ വാല്യൂ വരും അല്ലേ? കാരണം നോക്കൂ, കംപ്രസ് ചെയ്യുന്നൊരു ആറ്, ദെൻ ഇലോങ്ങേറ്റ് ചെയ്യുന്നൊരു ആറ്. അപ്പോൾ ഒരു സെയിം എനർജിക്ക് തന്നെ 2 ആർ വാല്യൂ വരുന്നുണ്ട്. ഓക്കെ, ദെൻ കുറച്ചുകൂടി എനർജി കൂടിയെന്ന് പറഞ്ഞപ്പോൾ നോക്കൂ, ഇവിടെയാണെങ്കിൽ നോക്കൂ ആറ് കുറഞ്ഞു അല്ലേ? നോക്കൂ, ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കുറഞ്ഞു, അതുപോലെ തന്നെ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കൂടി. വീണ്ടും ഒരു ഹൈ എനർജി വന്നു. ഹൈ എനർജി വരുമ്പോൾ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കുറഞ്ഞു, ഇലോങ്ങേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് കൂടി. അപ്പോൾ ഇതാണ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതിനെ നമുക്കൊരു പരാബോളിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കൂ, ഇതൊരു എനർജി ലെവലാണ്, ഇത് അടുത്ത എനർജി ലെവലാണ്, അടുത്ത എനർജി ലെവലാണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? മോളിക്യൂൾ ആക്ച്വലി ഈ ഒരു ലെവലിലാണ് വൈബ്രേറ്റ് ചെയ്യണത് വിചാരിക്കൂ. അതിലേക്ക് ഒരു IR റേഡിയേഷൻ പുറമേന്ന് IR റേഡിയേഷൻ അതിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ഈ IR റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയും ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും ഈക്വൽ ആവുമ്പോൾ മോളിക്യൂളിൻ്റെ വൈബ്രേഷൻ്റെ സ്പീഡ് ഒന്ന് കൂടും. സ്പീഡ് കൂടുക പറഞ്ഞാൽ എനർജി കൂടി അല്ലേ? അതിനെയാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്തു എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ സ്പീഡ് കൂടി എന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പം അതിൻ്റെ എനർജി ഇതായിരിക്കും. സോ IR അബ്സോർപ്ഷൻ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോൾ മോളിക്യൂള് ലോവർ വൈബ്രേഷണൽ എനർജി ലെവലിൽ നിന്ന് ഹയർ വൈബ്രേഷണൽ എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കും. അങ്ങനെ ഒരു ട്രാൻസിഷൻ നടന്നാൽ നമുക്കറിയാം ഒരു സ്പെക്ട്രം, ഒരു ലൈൻ കിട്ടും അല്ലേ? അത്തരം സ്പെക്ട്രത്തിനെയാണ് നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്ര എന്ന് പറയുന്നത്. സോ ദ സ്പെക്ട്ര അറൈസസ് ഡ്യൂ ടു വൈബ്രേഷണൽ എനർജി ലെവൽ ട്രാൻസിഷൻ by the absorption of IR radiation is termed as vibrational spectroscopy or IR spectroscopy. The spectroscopic technique arises due to transition between vibrational energy levels in a molecule when it absorbs IR radiation. വൈബ്രേഷണൽ എനർജി ലെവൽസിൽ ട്രാൻസിഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പെക്ട്രയാണ് നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്ര എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പോസിബിൾ ഓൺലി വിത്ത് IR റേഡിയേഷൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു എനർജി ഗ്യാപ്പ് വരുന്നത് IR റേഡിയേഷനിലായിരിക്കും. നമ്മൾ റൊട്ടേഷണൽ പറഞ്ഞു, ചെറിയ എനർജി ഗ്യാപ്പാണ് അവിടെ മൈക്രോവേവായി യൂസ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് വൈബ്രേഷണൽ ട്രാൻസിഷൻ വി നീഡ് IR റേഡിയേഷൻസ്. സോ IR സ്പെക്ട്രോസ്കോപ്പി. സോ ബൈ യൂസിങ് ദിസ് IR സ്പെക്ട്രോസ്കോപ്പി വി ക്യാൻ ലേൺ ദ വൈബ്രേഷണൽ ട്രാൻസിഷൻസ്. അപ്പോൾ IR റേഡിയേഷൻ വരുമ്പോൾ കൂടുതൽ മോളിക്യൂൾ കുറച്ചുകൂടി സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ എനർജി കൂടുന്നു. ദാറ്റ് ഈസ് IR സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ഇറ്റ്സ് ടെക്നിക്. The IR radiations comes under 50 to 12,500 centimeter inverse. ഈ ഒരു region ആണ് IR region എന്ന് പറയുന്നത്. And this IR region is classified into 3 main regions: near IR, middle IR and far IR. Near IR region 4,000 to 12,500, middle IR 667 to 400 centimeter inverse, roughly 700 to 4,000. Then far IR 50 to 667 centimeter inverse. ഇതിൽ മിഡിൽ IR region ആണ് മോസ്റ്റ് ഓഫ് ദ വൈബ്രേഷൻസ് ട്രാൻസിഷന് കാരണമാവുന്നത്. സോ നമ്മൾക്ക് പ്രിയപ്പെട്ട റീജിയൻ എന്ന് പറയുന്നത് മിഡിൽ IR റീജിയൻ ആണ്. 6,607 to 4,000 സെൻറ്റിമീറ്റർ. ഈ ഒരു റീജിയനിലാണ് എല്ലാ മോളിക്യുലർ അബ്സോർപ്ഷൻസും നടക്കുന്നത്. ഓക്കെ, so that is middle IR. Okay, and usually pure vibrational spectra is possible for liquid samples. നമ്മൾ റൊട്ടേഷനിൽ പറഞ്ഞു ഗ്യാഷ്യസ് സാമ്പിൾ ആണ് ബെസ്റ്റ് എന്നുള്ളത് അല്ലേ? ഇവിടെ ലിക്വിഡ് ആണ്. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഓരോ വൈബ്രേഷണൽ എനർജി ലെവലിലും ഇൻ ബിറ്റ്വീൻ ദർ ആർ റൊട്ടേഷണൽ എനർജി ലെവൽസ് ഉണ്ട് അല്ലേ? അപ്പോൾ വൈബ്രേഷണൽ ട്രാൻസിഷൻസ് നടക്കുമ്പോൾ റൊട്ടേഷണൽ ട്രാൻസിഷൻസും പോസിബിൾ ആണ്. അപ്പോൾ ലിക്വിഡ് സാമ്പിളിൻ്റെ കേസിൽ റൊട്ടേഷനൊക്കെ ഹിൻഡേർഡ് ആണ്. മോളിക്കുലർ അട്രാക്ഷൻ കാരണം ഹിൻഡേർഡ് ആയതുകൊണ്ട് തന്നെ പ്യുവർ ആയിട്ടുള്ള വൈബ്രേഷണൽ സ്പെക്ട്ര ലിക്വിഡ് സോളിഡ് സാമ്പിളിലൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ളത്. Now we want to study the essential condition for a vibration to be IR active. നമ്മളപ്പോൾ എന്താ IR സ്പെക്ട്രോസ്കോപ്പി എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് മനസ്സിലായി. ബട്ട് വി നോ ഓൾ മോളിക്യൂൾസ് ആർ നോട്ട് IR ആക്റ്റീവ്. എല്ലാം IR ആക്റ്റീവ് ആയിരിക്കില്ല. അതുകൊണ്ട് ചില സെലക്ഷൻ റൂൾസ് ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ഫോർ
particular transitions. Spectrum തരാനുള്ള rules ആണ്. And here the rule is the molecule must have a change in dipole moment. നമ്മൾ rotational spectroscopy പഠിച്ചപ്പോൾ പറഞ്ഞു molecules have a permanent dipole moment. Permanent dipole moment ഉള്ളവർ മാത്രമാണ് rotational spectroscopy തരുന്നത്. But here if a molecule have a change in dipole moment during its vibration, it must give IR spectra. ഒരു മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് IR ആക്റ്റീവ് ആയിരിക്കും. അതായത് പെർമനൻ്റ് ആയിട്ടൊരു ഡൈപോൾ മൊമെൻ്റ് വേണമെന്നില്ല, അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ചേഞ്ച് ചെയ്താൽ മതി. സോ ഓൾ വൈബ്രേഷൻസ് ആർ നോട്ട് IR ആക്റ്റീവ് ആയിക്കൊള്ളണം എന്നില്ല. കാരണം ദ വൈബ്രേഷൻസ് ദാറ്റ് ലീഡ്സ് ടു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻ്റ് ക്യാൻ അബ്സോർബ് IR. ഒരു വൈബ്രേഷൻ നടക്കുമ്പോൾ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് IR റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. സോ വി ക്യാൻ സേ ദാറ്റ് സച്ച് വൈബ്രേഷൻസ് ആർ IR ആക്റ്റീവ്. And if there is a vibration that will not occur any change in dipole moment, it will not absorb IR and such vibrations are IR inactive. അപ്പോൾ ഒരു മോളിക്യൂളിന് തന്നെ IR ആക്റ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻസും IR ഇനാക്റ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻസും ഉണ്ടായിരിക്കും. Now we want to study what type of molecules will give IR spectra. ഏതൊക്കെ മോളിക്യൂൾസിനാണ് IR സ്പെക്ട്രം തരാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ്. ഹോമോ ആയിട്ടുള്ള സിമെട്രിക് ഡയറ്റോമിക് മോളിക്യൂൾസ് ലൈക്ക് ഹൈഡ്രജൻ, ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ. ഇവരെല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ വൈബ്രേറ്റ് ചെയ്യുമ്പോഴും അവരുടെ ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. നോക്കൂ, വൈബ്രേറ്റ് ചെയ്യുമ്പോഴും അവർക്ക് ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് വരുന്നേ ഇല്ല. സോ ദീസ് ആർ IR ഇനാക്റ്റീവ്. ഹൈഡ്രജൻ, ക്ലോറിൻ, ഓക്സിജൻ എന്ന് പറഞ്ഞ മോളിക്യൂൾസൊക്കെ IR ഇനാക്റ്റീവ് ആണ്. ഇതെല്ലാം റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയും തരില്ല, ഇത് IR ഇനാക്റ്റീവും ആണ്. ബട്ട് ഹെട്രോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് ലൈക്ക് HCl, HBr ഇവർക്ക് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. കൂടാതെ തന്നെ ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. സോ ദേ ആർ IR ആക്റ്റീവ്. And some polynuclear diatomic molecules like carbon dioxide, water, ammonia, methane. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കാർബൺ ഡൈ ഓക്സൈഡ് അതിനൊരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഇല്ല അല്ലേ? കാരണം എന്താണ്, ഒരു ലീനിയർ സ്ട്രക്ചറാണ്. അതുകൊണ്ട് നോ റൊട്ടേഷണൽ സ്പെക്ട്ര പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് IR ആക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇറ്റ് അബ്സോർബ് IR റേഡിയേഷൻസ്. കാർബൺ ഡൈ ഓക്സൈഡ് ഹാവ് ദ എബിലിറ്റി ടു അബ്സോർബ്. വാട്ടർ മോളിക്യൂൾ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. മീത്തൈൻ. അപ്പോൾ ഇതിനെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയാനുള്ള കാരണം തന്നെ ദേ ഹാവ് ദ എബിലിറ്റി ടു അബ്സോർബ് IR റേഡിയേഷൻസ്. ഹയർ റേഡിയേഷൻസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ജനറേറ്റിംഗ് റേഡിയേഷൻസ് ആണ് അല്ലേ? സോ ദീസ് ആർ IR ആക്റ്റീവ്. സോ അതായത് ഇത്തരം മോളിക്യൂൾസ് എല്ലാം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ദർ ഒക്കേഴ്സ് എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്. സോ ഈ ഗ്രോത്ത് സെലക്ഷൻ റൂൾ ഒബേ ചെയ്യുന്നുണ്ട് ഇവരെല്ലാവരും തന്നെ. സോ ദേ ആർ IR ആക്റ്റീവ്. ഗ്രോത്ത് സെലക്ഷൻ റൂൾ മാത്രമല്ല, ഇനി ക്വാണ്ടം മെക്കാനിക്കൽ സെലക്ഷൻ റൂൾസും ഉണ്ട്. നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് വേണം, അതുപോലെ തന്നെ ΔJ +or-1 ആവണം എന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ ഇതിനും ഈ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിക്കും അതിൻ്റേതായ ക്വാണ്ടം മെക്കാനിക്കൽ സെലക്ഷൻ റൂൾ ഉണ്ട്. അത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നൗ വി വാണ്ട് ടു ലേൺ പ്യുവർ വൈബ്രേഷണൽ സ്പെക്ട്ര ഓഫ് ഡയറ്റോമിക് മോളിക്യൂൾസ്. നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി പഠിച്ചപ്പോൾ എടുത്തു അല്ലേ, ഒരു മോഡൽ എടുത്തു. അതായത് റിജിഡ് റൊട്ടേറ്റർ എന്നുള്ളൊരു മോഡൽ എടുത്തു. മോളിക്യൂളിനെ ഒരു റിജിഡ് റൊട്ടേറ്റർ ആക്കിയിട്ട് മനസ്സിലാക്കി. അങ്ങനെ അതിനെ കൺസിഡർ ചെയ്തിട്ട് നമ്മളൊരു എനർജിക്ക് ഒരു എക്സ്പ്രഷനൊക്കെ കണ്ടുപിടിച്ചു അല്ലേ? എന്തായിരുന്നു എനർജി? h²/8π² J × J+1 മറ്റേ അല്ലെങ്കിൽ BJ × J+1 ഒക്കെ പഠിച്ചു അല്ലേ? അതുപോലെ I = μr². അങ്ങനെ ടേമൊക്കെ നമ്മൾ എനർജി ഡിറൈവ് ചെയ്തു. അതേപോലെ നമുക്ക് ഇവിടെയും വൈബ്രേഷണൽ എനർജി ഡിറൈവ് ചെയ്യണം. റൊട്ടേഷണൽ എനർജി EJ ആണെങ്കിൽ വൈബ്രേഷണൽ എനർജി EV നമുക്ക് ഡിറൈവ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു മോഡൽ എടുക്കുന്നുണ്ട്. അതാണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രം പഠിച്ചപ്പോൾ റിജിഡ് റൊട്ടേറ്റർ എന്നൊരു മോഡൽ എടുത്തിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്തത്. എന്തുകൊണ്ടാണ് റിജിഡ് റൊട്ടേറ്റർ എന്ന് പറഞ്ഞത്? മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ബോണ്ടിന് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ബോണ്ട് അൺചേഞ്ച്ഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ് റിജിഡ് റൊട്ടേറ്റർ എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി പഠിക്കുമ്പോൾ ഓൾറെഡി പറഞ്ഞു, ബോണ്ട് ഈസ് നോട്ട് റിജിഡ്, ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. ബോണ്ട് സ്ട്രെച്ച് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ബോണ്ട് ലെങ്ത്തിൽ ചേഞ്ച് വരുന്നുണ്ട്. അങ്ങനെ
വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി പഠിക്കാൻ വേണ്ടി നമ്മളൊരു മോഡൽ എടുക്കുന്നുണ്ട്. അയാളെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ നമുക്കൊരു മോളിക്യൂളിനെ നോക്കി നോക്കാം. Consider an atom of mass m1, ഒരു ആറ്റം, okay, and that is attached with a spring. അതൊരു സ്പ്രിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു വിചാരിക്കൂ. And the other end of the spring is connected to the wall. That is, here it is constant. Here it is attached to the wall. ഒരു വാളിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഒരു എൻഡിൽ ആറ്റം that is having mass m1 എന്ന് കൊടുക്കുന്നു. Okay, and this body can move horizontally. ഇതിനിങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഹോറിസോണ്ടലി മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. ആൻഡ് സോ ദിസ് മോഡൽ ഈസ് ടേംഡ് ആസ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ദാറ്റ് ഈസ് എ മാസ് m1 ഈസ് അറ്റാച്ച്ഡ് ടു എ സ്പ്രിങ്. ഇതൊരു മാസ്ലെസ് സ്പ്രിങ് ആണ്, ഇതിന് മാസമൊന്നുമില്ല. ആൻഡ് ദ ബോഡി ക്യാൻ മൂവ് ഹോറിസോണ്ടലി. സോ ദിസ് മോഡൽ ക്യാൻ ബി കൺസിഡേർഡ് ആസ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ഈ മോഡലാണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ. സപ്പോസ് ദ സ്പ്രിങ് എക്സേർട്ട് നോ ഫോഴ്സ് ഓൺ ദി മാസ്. സ്പ്രിങ് ഒരു ഫോഴ്സും എക്സേർട്ട് ചെയ്യണില്ല വിചാരിച്ചോളൂ. അപ്പോൾ ഈ പൊസിഷനെ നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ് പറയുക. ദിസ് പൊസിഷൻ ഈസ് റിഗാർഡഡ് ആസ് ദി, ഇവിടെയുള്ളതിനെ നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ് പറയുന്നത്. ആൻഡ് സപ്പോസ് when a force is acting along the axis of the spring, നമ്മളൊരു ഫോഴ്സ് ഇതിലേക്ക് ആക്ട് ചെയ്യുകയാണ് വിചാരിച്ചോളൂ. നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു വെച്ചാൽ ദിസ് ബോഡി വിൽ മൂവ് ടു എ ഡിസ്റ്റൻസ്. അതൊരു നമ്മളൊരു ഫോഴ്സ് ഫോഴ്സ് കൊടുത്താൽ എന്ത് ചെയ്യും? ബോഡി മൂവ് ചെയ്യും അല്ലേ? അപ്പോൾ ദാറ്റ് മൂവ്മെൻറ്റ് ക്യാൻ ബി ലൈക്ക് ദിസ്. ആ ബോഡിക്ക് വേണമെങ്കിൽ റൈറ്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യാം. നോക്കൂ, ഇങ്ങനെ റൈറ്റ് പൊസിഷനിലേക്ക്, അതായത് നമ്മളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ അതിന് അങ്ങോട്ടേക്ക് നീങ്ങാം. എത്ര ഡിസ്റ്റൻസ് നീങ്ങി? എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് നീങ്ങാം അതിന്. ഓക്കെ, അല്ല നമ്മൾ ഇവിടേക്കാണ് ഫോഴ്സ് ഇങ്ങോട്ടേക്ക്, ഇത് അങ്ങോട്ടേക്ക് വലിക്കുമ്പോഴാണ് എക്സ് ഡിസ്റ്റൻസ് മൂവ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്കും വലിക്കാം. അപ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് ക്യാൻ മൂവ് ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ഓൾസോ ടേക്കൺ ആസ് എക്സ്. ഈക്വൽ ആണ് കേട്ടോ, എക്സും എക്സും ഈക്വൽ ആണ്. ഞാൻ വരച്ചപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. സോ അറ്റ് ഫസ്റ്റ് ദർ ഈസ് നോ ഫോഴ്സ്. ഒരു ഫോഴ്സും ഇല്ലെങ്കിൽ അത് ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. ആൻഡ് ഇഫ് ദർ ഈസ് ആൻ ഫോഴ്സ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ, ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ബോഡി അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അതായത് ഈ ബോണ്ട് ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്തു പറയാം അല്ലേ? റൈറ്റേക്ക് മൂവ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുക? സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ഇലോങ്ങേഷൻ എന്ന് പറയാം. പക്ഷെ ഇങ്ങോട്ടേക്ക് വലിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? കംപ്രസ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ? ഈ മൂവിനെ നമ്മൾ കംപ്രസിങ് എന്നാണ് പറയുക. അപ്പോൾ ബോണ്ട് എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യുന്നു, സ്ട്രെച്ച് ചെയ്യുന്നു, ഇലോങ്ങേറ്റ് ചെയ്യുന്നു, സ്ട്രെച്ച് ചെയ്യുന്നു. ആൻഡ് ദിസ് മോഷൻ ഈസ് ടേംഡ് ആസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. മനസ്സിലായോ? അറ്റ് ഫസ്റ്റ് അത് റെസ്റ്റിലാണ്, അതിന് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നു. വെൻ ദർ ഈസ് എ ഫോഴ്സ് എക്സേർട്സ് എലോങ് ദി ആക്സിസ്, ആക്സിസിലൂടെ എക്സേർട്ട് ചെയ്യുമ്പോൾ ഈ ബോഡി ക്യാൻ മൂവ് ത്രൂ എ ഡിസ്റ്റൻസ് എക്സ്. റൈറ്റിലേക്ക് പോകുന്നതിനെ നമ്മൾ സ്ട്രെച്ചിങ് എന്ന് പറയും, ലെഫ്റ്റിലേക്ക് പോകുന്നതിനെ അതിനെ കംപ്രസ് ചെയ്യുന്നതെന്ന് പറയുന്നു. സോ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനെ എന്ത് പറയുന്നു? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നു. Here is the equilibrium position. When force acts on the body, it will elongate or compress. That means it displaces from the equilibrium position to a distance x right and x left. Okay, and so when such movement occurs, there occurs a restoring force. അതിനെ നമ്മൾ റിസ്റ്റോറിങ് ഫോഴ്സ് എന്നാണ് പറയുക. അതായത് ബോഡി ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പൊസിഷൻ മാറുമ്പോൾ ആ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് തന്നെ അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്താൻ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഇവിടേക്കൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതായത് ഇറ്റ് ബ്രിങ്സ് ദ ബോഡി ടു ദ ഇക്വിലിബ്രിയം പൊസിഷൻ. അതുപോലെ കംപ്രസ് ചെയ്യുമ്പോൾ ആ ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ്. ആൻഡ് ഇറ്റ് വിൽ റിട്ടൈൻ
return the body to its original position. അപ്പോൾ ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോഴും സ്ട്രെച്ച് ചെയ്യുമ്പോഴും ഒരു ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യും, ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് ടേംഡ് ആസ് റിസ്റ്റോറിംഗ് ഫോഴ്സ്. സോ വാട്ട് ഈസ് റിസ്റ്റോറിംഗ് ഫോഴ്സ്? എ ഫോഴ്സ് ദാറ്റ് ഈസ് പ്രസൻസ് ഓൺ ദ ബോഡി ആൻഡ് ഇറ്റ് വിൽ ടെൻഡ് ദ ബോഡി ടു റിട്ടേൺ ടു ഹിസ് ഒറിജിനൽ പൊസിഷൻ. ഒറിജിനൽ പൊസിഷനിലേക്ക് എത്താനും സഹായിക്കുന്ന ഒരു ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യും. ആൻഡ് അക്കോർഡിംഗ് ടു ഹൂക്സ് ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഫിസിക്സിലെ ഹൂക്സ് ലോ, സ്പ്രിങ്ങിൽ പഠിച്ചിട്ടില്ലേ? ഹൂക്സ് ലോ, എഫ് ദാറ്റ് റിസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് നമുക്ക് എഴുതാം. The restoring force, when the body oscillates, the restoring force is given as F is equal to minus kx. Minus indicate restoring force. അത് തിരിച്ചെത്താനുള്ള ഫോഴ്സ് ആയതുകൊണ്ടാണ് അതിന് മൈനസ് റിസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, സോ ബോഡി ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ തിരിച്ചു വരും അല്ലേ? അങ്ങനെ അതിനെ ആ മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. Okay, and so that is termed as the simple harmonic motion. അപ്പോൾ ഇങ്ങനെ ഒരു ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ there will occurs a momentum. ഒരു മൊമെൻറ്റം ക്രിയേറ്റഡ് ആവും. ആ മൊമെൻറ്റം എന്ത് ചെയ്യും? വീണ്ടും ഇതേ ഓസിലേഷനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ വൺസ് ഇങ്ങനെ ഒരു സ്ട്രെച്ചിങ്ങും കംപ്രസിങ്ങും ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റം ക്രിയേറ്റഡ് ആവും. അപ്പോൾ അതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത്രയേ ഉള്ളൂ പറയുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, ഇതെന്താ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി. ഓക്കെ, സോ ദാറ്റ് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. So this movement is termed as simple harmonic motion. എന്തുകൊണ്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്? വൺസ് ഇങ്ങനെ സ്ട്രെച്ചിങ്ങും കംപ്രസിങ്ങും നടക്കുമ്പോൾ there is a force that will act to restore its original position. ഈ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്താൻ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഇവിടെ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനിൽ ഫോഴ്സ് വരും, കംപ്രസ് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനിൽ ഫോഴ്സ് വരും. അപ്പോൾ അങ്ങനെ ഒരു ഫോഴ്സ് വരുമ്പോൾ നമുക്കറിയാം, വെൻ എ ഫോഴ്സ് ആക്ട് ഓൺ എ ബോഡി there occurs development of momentum ഉണ്ടായിരിക്കും അല്ലേ? ആ മൊമെൻറ്റമാണ് പിന്നീടും ഇതിനെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും, കംപ്രസ് ചെയ്യും. അപ്പോൾ വൺസ് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ആ മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. And the restoring force F is equal to minus kx, where k is called as force constant. K പറയുന്ന പേരാണ് force constant. Now we want to define what is k. അപ്പോൾ നമുക്ക് k ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. k is equal to minus f by x. Suppose x is equal to unity 1 ആണ് വിചാരിക്കൂ. k is equal to minus f. So what is force constant? Force constant is defined as the restoring force per unit displacement of a harmonic oscillator. Force constant k is the restoring force അല്ലേ? restoring force per unit displacement of a harmonic oscillator. അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിൻ്റെ ന്യൂട്ടൺ പെർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ റേസ് ടു -1. ആൻഡ് ഇൻ SI സിസ്റ്റത്തിൽ ന്യൂട്ടൺ മീറ്റർ റേസ് ടു 1. ആൻഡ് ഇൻ CGS സിസ്റ്റം, CGSൽ ഡൈൻ എന്നാണ് പറയുക ഫോഴ്സിന്. അതിൻ്റെ യൂണിറ്റ് ഡൈൻ ആണ്. ഡൈൻ സെൻറ്റിമീറ്റർ റേസ് ടു -1. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നോക്കൂ, സപ്പോസ് ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്, ഇക്വിലിബ്രിയം പൊസിഷനിലാണ് വിചാരിച്ചോളൂ. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ 0 ആയിട്ടാണ് എടുത്തത്. ഓക്കെ, ദെൻ there occurs oscillation. ഓസിലേഷൻ വരുമ്പോൾ എനർജി ഉണ്ടായിരിക്കും. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എനർജി അതിങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കില്ലേ? അറ്റ് റെസ്റ്റ് ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. ദെൻ മൂവ് ചെയ്യുമ്പോഴുള്ള എനർജിയെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എനർജി ഡ്യൂറിങ് ഓസിലേഷൻ നടക്കുമ്പോഴുള്ള എനർജിയെ E ഈസ് ഈക്വൽ ടു ഹാഫ് kx സ്ക്വയർഡ്. വാട്ട് ഈസ് E? Potential energy during oscillation, half k force constant x displacement. So E is equal to half kx square. So this is the energy of a simple harmonic oscillator. The potential energy അത് ഡിറൈവ് ചെയ്യൊന്നും വേണ്ട, നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചാൽ മതി. എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈക്വൽ ടു ഓസിലേറ്റർ ഈസ് ഈക്വൽ ടു ഹാഫ് kx സ്ക്വയർഡ്. എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് ഹാഫ് kx സ്ക്വയർഡ്. അപ്പോൾ നമുക്ക് സപ്പോസ് എക്സ് ഈസ് ഈക്വൽ ടു 0. എന്താ എക്സ് ഈക്വൽ ടു 0 പറഞ്ഞു വെച്ചാൽ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് അല്ലേ, കോൺസ്റ്റൻ്റ് ആയത്. അതായത് ഇത് അല്ലേ 0 ആവുന്ന പൊസിഷൻ, അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ എന്തായിരിക്കും എനർജി?
എനർജി ബിക്കം ഹാഫ് കെ സീറോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എനർജി സീറോ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷനെ നമ്മൾ ഇവിടെയാണ് വരച്ചത്. അപ്പോൾ കാരണം ഇങ്ങോട്ടേക്ക് ഇത് കംപ്രസ് ചെയ്യുമ്പോൾ ഇവിടെ മൂവ്മെൻറ്റ് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ സീറോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സാധാരണ ഗ്രാഫിൽ ഇവിടെയാണ് നെഗറ്റീവ് വാല്യൂസ് വന്നതുകൊണ്ട് ഇവിടെ, അപ്പോൾ എനർജി സീറോ ആണ് അല്ലേ. ഇനി നമുക്ക് എക്സിന് ഇങ്ങനെ വാല്യൂസ് ഇട്ട് കൊടുക്കുക, -1 -2 എന്നൊക്കെ കൊടുക്കുക. അതുപോലെ ഇവിടെ +1. അപ്പോൾ നമുക്ക് ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടുക. ആൻഡ് ഗ്രാഫ് ലുക്സ് ലൈക്ക് എ പരാബോള. എനർജി പൊട്ടൻഷ്യൽ എനർജി കർവ് ഫോർ എ, ഇതിനെ നമ്മൾ എന്താ പറയുക, പൊട്ടൻഷ്യൽ എനർജി കർവ്. ദ പൊട്ടൻഷ്യൽ എനർജി കർവ് ഫോർ എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് എ പരാബോള. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ½ ma² എന്ന് പഠിച്ചിട്ടില്ലേ. അപ്പോൾ potential energy, that is potential energy curve for a simple harmonic oscillator is parabola. അപ്പോൾ എനർജി ഇങ്ങനെ കൂടുന്നു, ഇതിങ്ങനെ ഇൻഫിനിറ്റിയിൽ കൂടുന്നു. ദെൻ അടുത്തേക്ക് എക്സിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരുമ്പോൾ അത് എനർജി ഇങ്ങനെ കുറഞ്ഞേ വരുന്നു അല്ലേ. സോ ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി ½ kx². അപ്പോൾ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുകയാണല്ലോ. ഓസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫ്രീക്വൻസി, ഓസിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഉണ്ട് അല്ലേ. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ന്യൂ ഓസിലേഷൻ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ന്യൂ ഓസിലേഷൻ ഈസ് ഈക്വൽ ടു 1/2π√k/m. ന്യൂ ഓസിലേഷൻ ഈസ് ഈക്വൽ ടു 1/2π√k/m. ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. എനർജി ഓഫ് kx², ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഈസ് ഈക്വൽ ടു 1/2π√k/m. എന്താ k? കോൺസ്റ്റൻറ്റ്. m ആ ബോഡിയുടെ മാസ്. ഇതാണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. അതിൻ്റെ എനർജിയും ഓസിലേഷൻ, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനും. Next we can check vibrational energy levels of a diatomic molecule. നമ്മൾ റൊട്ടേഷണൽ എനർജി ലെവൽസ് പഠിച്ചില്ലേ. BJ × J+1 എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? 0, 2BJ, then 6BJ, 20BJ, അങ്ങനെ റൊട്ടേഷണൽ എനർജി ലെവൽസ് നമ്മൾ വരച്ചില്ലേ. അതുപോലെ ഇനി നമുക്ക് വൈബ്രേഷണൽ എനർജി ലെവൽസും വരയ്ക്കണം. സോ ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ കേസ് അവിടെ നമ്മൾ റിജിഡ് റോട്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ മോളിക്യൂളിനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. സോ എ ഡയറ്റോമിക് മോളിക്യൂൾ ലൈക്ക് HCl. HCl എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കും, ദെൻ ക്ലോറിൻ ആറ്റം. ഇതാണല്ലോ HCl എന്ന് പറയുന്നത്. സോ ദിസ് മോളിക്യൂൾ ക്യാൻ ബി കൺസിഡേർഡ് ആസ് 2 masses connected by a spring. നമുക്ക് ഈ HCl മോളിക്യൂളിനെ ഇങ്ങനെ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം അല്ലേ. 2 masses M1 and M2 connected by a spring where M is anchored on the wall. M ഇങ്ങനെ ഫിക്സഡ് ആണ്. M1ന് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇത് M2നാണ് മൂവ്മെൻറ്റ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സോ HCl, a diatomic molecule can be considered as 2 masses M1 and M2 connected by a spring. Okay, and so any disturbance of this atom, ഈ ആറ്റത്തിന് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് ദാറ്റ് വിൽ ലീഡ്സ് ടു ഓസിലേഷൻ. ഇത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. And we have this distance is taken as internuclear distance നെ നമ്മൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് REQ represents the internuclear distance where energy is 0. എനർജി 0 ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് R equilibrium, അതായത് മിനിമം എനർജി ഉള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? ബോണ്ട് ലെങ്ത് എന്ന് പറയാം അല്ലേ. ഈ HCl എന്നുള്ള ഈ ഒരു മോഡൽ A എന്ന് പറയുന്ന ഈ കണ്ടീഷനിലുള്ള ഈ ഡിസ്റ്റൻസിനെ നമുക്ക് ബോണ്ട് ലെങ്ത് എന്ന് പറയാം അല്ലേ. മിനിമം എനർജി, 2 ആറ്റം കമ്പൈൻ ചെയ്യുമ്പോൾ അവരുടെ അട്രാക്ഷൻ മാക്സിമം ആയിട്ട് നിൽക്കുന്ന ആ പൊസിഷനെയാണ് നമ്മൾ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? എനർജി കൂടും. അതായത് ആറ്റംസ് അകന്നു പോകുമ്പോൾ എനർജി കൂടും. അതുപോലെ തന്നെ അടുത്ത് വരുമ്പോൾ ഇലക്ട്രോൺസും ആറ്റംസും തമ്മിലുള്ള റിപ്പൾഷൻ കൂടുമ്പോഴും എനർജി കൂടും. അപ്പോൾ ഒരു മിനിമം അട്രാക്ഷൻ മിനിമം റിപ്പൾഷനുമായിട്ട് ഇങ്ങനെ നിൽക്കും. അതാണ് ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ്. എനി ചേഞ്ച് ഇൻ ദാറ്റ് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് കോസസ് ചേഞ്ച് ഇൻ എനർജി. കുറഞ്ഞാലും എനർജി കൂടും, കൂടിയാലും എനർജി കൂടും. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നോക്കൂ, എനർജി കൂടുന്നു അല്ലേ. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മാറുമ്പോൾ എനർജി കൂടുന്നു, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് കൂടുമ്പോഴും എനർജി കൂടുന്നു. സോ ഒരു പരാബോളിക് റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് എക്സാമ്പിൾ ഫോർ എ ഡയറ്റോമിക് മോളിക്യൂൾ. സോ R ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് R ആണ്. ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന് R എന്ന് പറയുന്നു കേട്ടോ. മൊത്തം ഈ ഡിസ്റ്റൻസ് R, അത് കൂടുന്നു കുറയുന്നു. സോ എനർജി ഫോർ സച്ച് സിസ്റ്റം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ്, ഈ സിസ്റ്റത്തിൻ്റെ എനർജിയെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. E ഈസ് ഈക്വൽ ടു K
ആർ മൈനസ് ആർ ഇ ക്യു ഹോൾ സ്ക്വയർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എനർജി ഈസ് ഈക്വൽ ടു മൈനസ് കെ ആർ മൈനസ് ആർ ഇ ക്യു ഹോൾ സ്ക്വയർ. ഇനി നോക്കൂ, ആർ എന്ന് പറയുന്നത് ആർ ഇ ക്യു ആകുമ്പോൾ എനർജി എത്രയായിരിക്കും? വെൻ ആർ ഈസ് ഈക്വൽ ടു ആർ ഇക്വിലിബ്രിയം, ഇവിടെ 0 ആവും, എനർജി 0 ആയിരിക്കും, അതായത് ഈ പൊസിഷൻ അല്ലേ. അപ്പോൾ എനർജിക്ക് നമുക്ക് ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. ആൻഡ് ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ ദർ ഈസ് എ വൈബ്രേഷൻ മോഷൻ നടക്കുമ്പോൾ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ന്യൂ ഓസിലേഷൻ, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഈസ് ഈക്വൽ ടു 1/2π√k/μ എന്നാണ് നമ്മൾ എഴുതുന്നത് ഇവിടെ. where mu is equal to m1 m2 divided by m1 plus m2. മറ്റേ സ്ഥലത്ത് നമ്മൾ √k/m എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ഇത് മാത്രമാണ് ഒരു മാസ് ഉള്ളത്, അല്ല ഒരൊറ്റ ആറ്റത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ബാക്കി ഇവിടെ ഫിക്സഡ് ആണ്. അപ്പോൾ k/m എന്നാണ് വരിക. പക്ഷേ ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുമ്പോൾ 2 മാസ് ഉണ്ട്, m1ഉം m2 ഉണ്ട്. അതുകൊണ്ട് ന്യൂ ഓസിലേഷൻ ഈസ് ഈക്വൽ ടു 1/2π√k/μ, where mu is equal to m1 m2 divided by m1 plus m2. That is mu is termed as the reduced mass. അപ്പോൾ ഇതുവരെ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു വൈബ്രേഷണൽ എനർജി ലെവൽസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഒരു മോളിക്യൂൾ, ഡയറ്റോമിക് മോളിക്യൂളിനെ നമ്മളൊരു 2 മാസ് ഒരു സ്ട്രിങ്ങും ആയതുമായിട്ട് കണക്ട് ചെയ്തു, അങ്ങനെ നമ്മൾ സങ്കല്പിക്കുക ചെയ്യുന്നത്. സോ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് സങ്കല്പിച്ചു. അപ്പോൾ അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ 0 എനർജി ആയിരിക്കും, ഇക്വിലിബ്രിയം പൊസിഷനിൽ കൂടുമ്പോഴും കുറയുമ്പോഴും, അതാണല്ലോ വൈബ്രേഷൻ എന്ന് പറയുന്നത്. എനർജിക്ക് ചേഞ്ച് വരും. ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഈസ് ഗിവൺ ബൈ 1/2π√k/μ, where mu is termed as the reduced mass m1 m2 divided by m1 plus m2. Now the energy of a simple harmonic oscillator EV can be represented as, EV is obtained by solving the Schrodinger equation. Schrodinger equation solve ചെയ്ത് കിട്ടുന്നതാണ്. EV എന്ന് പറഞ്ഞാൽ vibrational energy, and it is found to be V plus half h/2π√k/μ. ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട, ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇതൊക്കെ നിങ്ങൾ എഴുതുക. ഒരു ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുക എന്ന് പറയാം. എന്നിട്ട് ന്യൂ ഓസിലേഷൻ ഇതാണ് പറയുക. എന്നിട്ട് എനർജി ഓഫ് വൈബ്രേഷൻ EV ഈസ് ഈക്വൽ ടു V plus half h/2π√k/μ. ഈ ഇക്വേഷനെ നമ്മൾ 3 എന്ന് കൊടുത്തു. ഓക്കെ, ഇത് 1ഉം ഇത് 2ഉം. ഓക്കെ, so EV equal to V plus half h/2π√k/μ. What is EV? EV is the vibrational energy, and here we have V. V is the vibrational quantum number. V എന്ന് പറയുന്നത് vibrational quantum number. നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്ര പഠിച്ചപ്പോൾ EJ ഈസ് ഈക്വൽ ടു BJ ഇൻറ്റു J+1 എന്ന് പഠിച്ചില്ലേ? അപ്പോൾ J എന്തായിരുന്നു? റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ ആയിരുന്നു അല്ലേ? അതുപോലെ EV എന്നുള്ളതിൻ്റെ എക്സ്പ്രഷനാണ് V plus half h/2π√k/μ, where V is called as vibrational quantum number. It can have values 0, 1, 2, 3. Jയുടെ വാല്യൂസും 0, 1, 2, 3 അല്ലേ പോസിബിൾ ആയിട്ടുള്ളത്? Also we can have possible values 0, 1, 2, 3. ഇപ്പോൾ V പറഞ്ഞു, H is Planck's constant, K എന്താണ്? ഫോഴ്സ് കോൺസ്റ്റൻറ്റ്, mu റെഡ്യൂസ്ഡ് മാസ്. ഇത്രയും ജൂൾസ് ആണ് കേട്ടോ, ജൂളിലാണ്. സോ ദിസ് ഈസ് ദ വൈബ്രേഷണൽ എനർജി. EV is equal to V plus half h/2π√k/μ. എന്നാൽ ഇങ്ങോട്ട് നോക്കൂ, 1/2π√k/μ ഇതെന്താണ്? ന്യൂ ഓസിലേഷൻ അല്ലേ, 1/2π√q/μ. So substitute this equation 2 in 3. We can write vibrational energy EV is equal to V plus half h new oscillation. So what is h new oscillation? It is 1/2π√k/μ. So ഇതാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ. വൈബ്രേഷണൽ എനർജി EV is equal to V plus half h new. EV is equal to V plus half h new oscillation, where new oscillation is the frequency of oscillation. ആ ഹാർമോണിക് മോഷനിലുള്ള ഓസിലേഷൻ ഫ്രീക്വൻസിയാണ് ന്യൂ. Therefore vibrational energy EV is equal to V plus half h new oscillation. For what is V? V is the vibrational quantum number. For each value of V, that is 0, 1, 2, 3, EV has different values. That means vibrational energy is quantized. ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ട് അല്ലേ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ട്, ദാറ്റ് ഈസ് ടേംഡ് ആസ് ക്വാണ്ടൈസ്ഡ്. വൈബ്രേഷണൽ എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. നൗ വി ക്യാൻ ചെക്ക് വാട്ട് ഈസ് ദ ഇലക്ട്രോണിക് vibrational energy corresponding to different vibration
vibrational quantum number. Suppose V equal to 0. What is EV? EV is equal to 0 plus half h nu. അപ്പോൾ എന്ത് വരും? half h nu 0. When V equal to 1, EV equal to 1 plus 1 by 2 വരും. അപ്പോൾ എന്ത് വരും? 3 by 2. 3 by 2 h nu oscillation. h nu oscillation. And when V equal to 2, EV is equal to 5 by 2 h nu oscillation. When V equal to 3, EV is equal to 7 by 2 h nu oscillation. ഇതാണ് കറസ്പോണ്ടിങ് വൈബ്രേഷണൽ എനർജി. ഓക്കെ, നമ്മൾ റൊട്ടേഷണൽ ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1 കൊടുത്തിട്ട് ഓരോന്നും കണ്ടില്ലേ? എന്തൊക്കെയായിരുന്നു? എവിടെ അതിലില്ലേ? ഉണ്ട് 2B 6B 8B എന്നൊക്കെ കണ്ടില്ലേ നമ്മൾ? ഇതല്ല അല്ലേ, ഇവിടെതാ 0B 2B 6B 12B 20B. അതായത് ഓരോ ജെക്ക് ഓരോ വാല്യൂ കൊടുത്തപ്പോൾ നമുക്കിങ്ങനെ ഓരോ ഡിഫറെൻറ്റ് റൊട്ടേഷണൽ എനർജി ലെവൽസ് കിട്ടിയില്ലേ? അതുപോലെ നമുക്ക് വിക്ക് ഓരോന്ന് കൊടുക്കുമ്പോൾ വൈബ്രേഷൻ എനർജി EV ഹാഫ് h nu 3 by 2 h nu 5 by 2 h nu 7 by 2 h nu എന്ന് പറയാം. ഓക്കെ, ഇന്ന് നമുക്കിതൊന്ന് ജസ്റ്റ് ആ പരാബോളയിലൊന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. എന്താണ് നമ്മളുടെ പരാബോള? ഇവിടെ എനർജിയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇത് 0 അല്ലേ എനർജി? ഇത് ആർ ഇക്വിലിബ്രിയം എന്നുള്ള പൊസിഷനാണ് അല്ലേ? അപ്പം ഫസ്റ്റ് V ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് എനർജി എത്രയാണ് കിട്ടിയത്? ഹാഫ് h nu ഓസിലേഷൻ. വെൻ V ഈക്വൽ ടു 1, 3 by 2 h nu ഓസിലേഷൻ എന്ന് കിട്ടി. വെൻ V ഈക്വൽ ടു 2, 5 by 2 h nu ഓസിലേഷൻ. വെൻ V ഈക്വൽ ടു 3, 7 by 2 h nu ഓസിലേഷൻ. സോ ഇതാണ് ഓരോ വൈബ്രേഷണൽ എനർജി ലെവൽസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയും. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് വൈബ്രേഷണൽ എനർജി ലെവൽസ്. അതിൻ്റെ എനർജിയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് അല്ല, ഈ പോയിൻ്റ് എന്നുള്ളത് ആർ ഇക്വിലിബ്രിയാണ്. അപ്പോൾ V ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് ഓരോ എനർജി ലെവൽസ് കിട്ടി. നമുക്കിതൊന്ന് കണ്ടറിയാം. എനർജി ലെവൽസ് ആർ ഈക്വലി സ്പേസ്ഡ് ആൻഡ് വിത്ത് എ സ്പേസിങ്. എന്താണ്? 3 by 2 h nu ഹാഫ് h nu തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? h nu ഓസിലേഷൻ ആയിരിക്കും. അതുപോലെ 5 by 2 3 by 2 ഈ ഡിഫറൻസ് എത്രയാണ്? h nu. ഈ ഡിഫറൻസോ h nu. സോ ഓൾ ആർ ഈക്വലി സ്പേസ്ഡ് ആണ്. പക്ഷെ നമ്മളുടെ റൊട്ടേഷണൽ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഈ സ്പേസിങ് ഇത് വ്യത്യാസം, സ്പേസിങ് കൂടിക്കൂടി വരികയാണ്. ഇതാണ് റൊട്ടേഷണൽ എനർജി ലെവൽസും കറസ്പോണ്ടിങ് എനർജിയും. ഇത് വൈബ്രേഷണൽ എനർജി ലെവൽസ് കറസ്പോണ്ടിങ് എനർജിയാണ്. ആൻഡ് ദ വൈബ്രേഷണൽ എനർജി ലെവൽസ് ആർ ഈക്വലി സ്പേസ്ഡ് ആൻഡ് വിത്ത് സ്പേസിങ് h nu ഓസിലേഷൻ. ഇനി വേറൊരു കാര്യമുണ്ട്. നമുക്കറിയാം വാട്ട് ഈസ് EV? EV ഈസ് ഈക്വൽ ടു V പ്ലസ് ഹാഫ് h nu ഓസിലേഷൻ അല്ലേ? ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. വെൻ V ഈക്വൽ ടു 0, EV ഈക്വൽ ടു ഹാഫ് h nu എന്ന് നമുക്ക് കിട്ടിയില്ലേ? ദാറ്റ് മീൻസ് ഈവൻ അറ്റ് 0 V എനർജി ഈസ് ഹാഫ് h nu. 0 Vയുടെ വാല്യൂ 0 ആവുമ്പോഴും എനർജിയുടെ വാല്യൂ എന്തായിരിക്കണം? വൈബ്രേഷണൽ എനർജി ഹാഫ് h nu ആയിരിക്കണം. പക്ഷെ മറ്റേ നമ്മൾ BJ ഇൻറ്റു J പ്ലസ് 1 അങ്ങനെയല്ല. BJൻ്റെ 0 ജെയുടെ വാല്യൂ 0 ആകുമ്പോൾ എനർജിയും 0 ആണ് വന്നത് അല്ലേ? ബിക്കോസ് BJ ഈക്വൽ ടു ഈക്വൽ ടു BJ ഇൻറ്റു J പ്ലസ് 1. അപ്പോൾ ജെയുടെ വാല്യൂ 0 ആകുമ്പോൾ എനർജി 0 ആയിരുന്നു. പക്ഷേ ഇവിടെ V 0 ആയാലും എനർജിക്കൊരു വാല്യൂ ഉണ്ട്, ഹാഫ് h nu ഓസിലേഷൻ. സോ ദിസ് എനർജി ഈസ് ടേംഡ് ആസ് 0 പോയിൻ്റ് എനർജി. 0 പോയിൻ്റ് എനർജി. സോ ചോദിക്കാറുണ്ട് എക്സാമിന് വാട്ട് ഈസ് 0 പോയിൻ്റ് എനർജി. അപ്പോൾ നിങ്ങൾ എഴുതുക വൈബ്രേഷണൽ എനർജി ഈസ് ഗിവൺ ആസ് V പ്ലസ് ഹാഫ് h nu ഓസിലേഷൻ. വെൻ V ഈക്വൽ ടു 0, EV ഈസ് ഈക്വൽ ടു ഹാഫ് h nu ആൻഡ് ദിസ് എനർജി ഈസ് ടേംഡ് ആസ് 0 പോയിൻ്റ് എനർജി. ദാറ്റ് മീൻസ് മോളിക്യൂളിൻ്റെ എനർജി ഒരിക്കലും 0 ആവുന്നില്ല. അതായത് മോളിക്യൂൾ എപ്പോഴും ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് ഈവൻ അറ്റ് 0 കെൽവിൻ. നമ്മൾ പറയുന്നത് 0 കെൽവിൻ ടെമ്പറേച്ചർ ഏറ്റവും കുറച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേഷണൽ മോഷനും റൊട്ടേഷണൽ മോഷനും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈവൻ അറ്റ് ദാറ്റ് 0 കെൽവിൻ ദ മോളിക്യൂൾ വൈബ്രേറ്റ് എന്നാണ് പറയുന്നത്. വൈബ്രേഷണൽ എനർജി ഒരിക്കലും 0 ആവുന്നില്ല. ഈവൻ അറ്റ് V ഈക്വൽ ടു 0 വൈബ്രേഷണൽ എനർജി ഈസ് ഹാഫ് h nu ആൻഡ് ദിസ് എനർജി ഈസ് ടേംഡ് ആസ് 0 പോയിൻ്റ് എനർജി. മനസ്സിലായോ? മോളിക്യൂൾ ഈസ് നോട്ട് അറ്റ് റെസ്റ്റ് ഈവൻ at 0 Kelvin.
Okay, so you may expect these type of questions like the molecule is not at rest even at 0 Kelvin. How can you account for this? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? For vibrational transition, vibrational energy equal to V plus of h nu oscillation. When V equal to 0, EV is equal to half h nu. That is, energy is not equal to 0 even at 0 Kelvin. അപ്പോൾ മോളിക്യൂൾ റെസ്റ്റ് അല്ല, അല്ലെങ്കിൽ ട്രാൻസ്ലേഷണൽ മോഷനും റൊട്ടേഷണൽ മോഷനും ഒക്കെ കോൺസ്റ്റൻ്റ് ആവും 0 Kelvin ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ. പക്ഷേ അപ്പോഴും ഈ മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇത് വെച്ചിട്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ? ഇത് മറക്കരുത്. ഇ വി ഇസ് ഈക്വൽ ടു വി പ്ലസ് ഹാഫ് എച്ച് ന്യൂ ഓസിലേഷൻ. എന്താണ് റൊട്ടേഷണൽ എനർജി? ഇ ജെ ഈക്വൽ ടു ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1. അതുപോലെ ഇ വി ഈക്വൽ ടു വി പ്ലസ് ഹാഫ് എച്ച് ന്യൂ ഓസിലേഷൻ. വാട്ട് ഈസ് ന്യൂ ഓസിലേഷൻ? ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ആൻഡ് ദിസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ജൂൾസ്. ജൂൾസിലാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. യൂഷ്വലി വി ആർ ടേക്കിംഗ് സ്പെക്ട്ര ബൈ കൺസിഡറിങ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ദാറ്റ് ഈസ് വേവ് നമ്പറിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അത് നമുക്കൊന്ന് ഡിറൈവ് ചെയ്യാം. ഓസിലേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സി ബൈ ലാംഡയാണ്. എന്താ സി ബൈ ലാംഡ? ഇത് വെലോസിറ്റി ഓഫ് ലൈറ്റ്, ലാംഡ വേവ് ലെങ്ത്ത്. പക്ഷേ നമുക്കറിയാം ന്യൂ ബാർ, ദാറ്റ് ഈസ് വേവ് നമ്പർ ഈസ് ഈക്വൽ ടു 1 ബൈ ലാംഡയാണ്. അപ്പോൾ ന്യൂ ഓസിലേഷനെ നമുക്ക് സി ന്യൂ ബാർ എന്ന് കൊടുക്കാം. ഇവിടെ ന്യൂ ബാർ എന്നുള്ളതിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒമേഗ ഓസിലേഷൻ എന്നാണ്. അത് ഒമേഗ റെപ്രസെൻറ്റ്സ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എക്സ്പ്രസ്ഡ് ഇൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. New oscillation is the frequency of oscillation expressed in joule. Okay, joule അല്ലെങ്കിൽ ഹെർട്സിൽ റെപ്രസെൻറ്റ് ഫ്രീക്വൻസി. ഹിയർ ന്യൂ ഒമേഗ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എക്സ്പ്രസ്ഡ് ഇൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് ഇ വി എ എങ്ങനെ എഴുതാം? ഇ വി ഈസ് ഈക്വൽ ടു വി പ്ലസ് ഹാഫ് എച്ച് ന്യൂ എന്നുള്ളതിന് പകരം ന്യൂവിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് ജൂൾസ് വരുന്നത് അല്ലേ. അപ്പോൾ ഒമേഗയിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എന്താ ഇവിടെ സി ന്യൂ ബാർ എന്നുള്ളത് നമ്മുടെ സി ഒമേഗ ഓസിലേഷൻ എന്ന് വരില്ല. അപ്പോൾ ന്യൂ ഓസിലേഷന് പകരം നമുക്ക് എച്ച് സി ഒമേഗ ഓസിലേഷൻ. സോ ഇങ്ങനെയാണ് എനർജിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇ വി ഈക്വൽ ടു വി പ്ലസ് ഓഫ് എച്ച് ന്യൂ എന്നുള്ളതിന് പകരം എച്ച് സി ഒമേഗ ഓസിലേഷൻ. സോ ദിസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഇത് ജൂളിലാണ്, ഇത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ്. ആൻഡ് വിയുടെ വാല്യൂസ് ഏതൊക്കെയാണ്? 0, 1, 2, 3 ആണ് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്. ഇവിടെ ഇ വി എന്ന് പറയുന്നത് വി പ്ലസ് ഹാഫ് എച്ച് ന്യൂ എക്സ്പ്രസ്ഡ് ഇൻ ജൂൾ. ഇ വി ഇസ് ഈക്വൽ ടു വി പ്ലസ് ഹാഫ് എച്ച് സി ഒമേഗ ഓസിലേഷൻ എക്സ്പ്രസ്ഡ് ഇൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അതിന് നമുക്ക് ഇ വി കണ്ടുപിടിക്കാം, അതായത് വൈബ്രേഷണൽ ടേം. നമ്മൾ ഇ ജെ കണ്ടുപിടിച്ചത് ഓർമ്മയുണ്ടോ? വൈബ്രേഷണൽ ടേം ആണിത്. അത് റൊട്ടേഷണൽ ടേം ഇ ജെ. അതിനെന്താ ചെയ്തത്? ഇ ജെ ഡിവൈഡഡ് ബൈ എച്ച് സി കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഇ വി ഡിവൈഡഡ് ബൈ എച്ച് സി എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്താ കിട്ടുക? ഇതിനെ എച്ച് സി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും വി പ്ലസ് ഹാഫ് omega oscillation. So this is vibrational term. ഇത് രണ്ടുമാണ് പഠിക്കേണ്ടത് കേട്ടോ. വൈബ്രേഷൻ എനർജി എക്സ്പ്രസ്ഡ് ഇൻ ജൂൾസും വൈബ്രേഷൻ എനർജി എക്സ്പ്രസ്ഡ് ഇൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സും. സോ എന്താ ചെയ്തത്? നമ്മൾ ഒരു ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ കൺസ്ട്രക്ട് ചെയ്തു. എച്ച് സി എൽ മോളിക്യൂളിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. മോളിക്യൂള് മൂവ് ചെയ്യുന്നതിനെ ഒരു ഹാർമോണിക് ഓസിലേഷൻ ആയിട്ട് എടുത്തു. അപ്പോൾ എനർജീനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓസിലേഷൻ ഫ്രീക്വൻസി നമ്മൾ ഇങ്ങനെ കൊടുത്തു. അതിന് നമ്മൾ ഡിറൈവ് ചെയ്തതാണ് വി പ്ലസ് ഓഫ് എച്ച് ബൈ 2π√k/μ. ഡെറിവേഷൻ എന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ട. വി എന്ന് പറയുന്നത് വൈബ്രേഷണൽ ക്വാണ്ടം നമ്പറാണ്. അതിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസാണ്. അപ്പോൾ ഓരോ വാല്യൂസും കൊടുക്കുമ്പോൾ ഓരോ വൈബ്രേഷണൽ എനർജി ലെവൽസ് കിട്ടി. ആൻഡ് ദേ ആർ ഈക്വലി സ്പേസ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ 0 പോയിൻ്റ് എനർജി പഠിച്ചു. ജൂൾസിൽ എക്സ്പ്രസ് ചെയ്യാനും സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാനും പഠിച്ചു. Now we want to check what is the quantum mechanical selection rule for vibrational transition. ക്വാണ്ടം മെക്കാനിക്കൽ നമ്മളൊരു ഗ്രോസ് സെലക്ഷൻ റൂൾ പഠിച്ചു അല്ലേ? എന്തായിരുന്നു? ദ മോളിക്യൂൾ മസ്റ്റ് ഹാവ് എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഡ്യൂറിങ് ഇസ് വൈബ്രേഷൻ. മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് വരണം. ഇനി നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ സെലക്ഷൻ റൂൾ എന്താണ്? നമ്മൾ വൈബ്രേഷനിൽ എന്താ പറഞ്ഞത്? ഗ്രോസ് സെലക്ഷൻ റൂൾ എന്തായിരുന്നു? ദ മോളിക്യൂൾ മസ്റ്റ് ഹാവ് എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കണം. ദെൻ ക്വാണ്ടം മെക്കാനിക്കൽ സെലക്ഷൻ റൂൾ എന്തായിരുന്നു? ഡെൽറ്റ ജെ ഈസ് മസ്റ്റ് ബി ഈക്വൽ ടു +or-1 ആയിരിക്കണം എന്നായിരുന്നു അല്ലേ? അതുപോലെ വൈബ്രേഷണൽ സ്പെക്ട്രത്തിലെ ഗ്രോസ് സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കണം. ആൻഡ് ദ ക്വാണ്ടം മെക്കാനിക്കൽ സെലക്ഷൻ റൂൾ ഈസ്, അവിടെ നമ്മൾ റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ ആണെങ്കിൽ നമ്മളിവിടെ എന്താ പറയേണ്ടത്? വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ ഡെൽറ്റ വി മസ്റ്റ് ബി ഈക്വൽ ടു
plus or minus 1. അതായത് the change in that vibrational transitions are allowed in which the vibrational content number V changes by 1 unit. ഒരു യൂണിറ്റിന് വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടാം പോസിബിളാണ്, പക്ഷേ ഒരിക്കലും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ചാടില്ല. കാരണം V equal to ഇത് തമ്മിലുള്ള ഡിഫറൻസ് 1, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇത്രയും വരുമ്പോൾ 2 വരും അല്ലേ. അപ്പോൾ 1 ഡിഫറൻസ് ഉള്ള ട്രാൻസിഷൻ, ഇത്തരം ട്രാൻസിഷൻസ് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളൂ, അതാണ് പറയുന്നത്. ഓക്കെ, ഡെൽറ്റ വി മസ്റ്റ് ബി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അതിൽ മറ്റ് വ്യത്യാസമുള്ള ട്രാൻസിഷൻസ് ഒന്നും പോസിബിൾ ആയിട്ടില്ല. സോ ദാറ്റ് ഈസ് സെലക്ഷൻ റൂൾ. ഗ്രോസ് ആയിട്ട് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് സ്പെക്ട്രം തരുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ട്രാൻസിഷൻ നടക്കുക? ഒരു ലെവലിൽ നിന്ന് തൊട്ടടുത്ത ലെവലിലേക്ക് മാത്രമാണ് ട്രാൻസിഷൻ നടക്കുക. ദാറ്റ് ഈസ് ഡെൽറ്റ വി മസ്റ്റ് ബി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ഓർ the selection rule for vibrational transition is that only those vibrational transition in which the vibrational quantum number V changes by 1 unit only will occur. ഒരു യൂണിറ്റ് ഡിഫറൻസ് വരുന്ന ട്രാൻസിഷൻസ് മാത്രമാണ് വരുള്ളൂ. അപ്പോൾ ഡെൽറ്റ വി ഈക്വൽ ടു +1 ആണെങ്കിൽ ഫോർ എമിഷൻ നടക്കുക. ഇവിടെ നിങ്ങളുടെ താഴത്തേക്ക് വരുന്നത് എമിഷൻ. ഡെൽറ്റ വി -1 എന്ന് പറയുമ്പോൾ അബ്സോർപ്ഷൻ അല്ലേ. അബ്സോർബ് ചെയ്യുമ്പോഴല്ലേ അങ്ങോട്ടേക്ക് പോവുക, എമിറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 1 ആയിട്ടുള്ള ട്രാൻസിഷൻസ് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളൂ. നെക്സ്റ്റ്, വൈബ്രേഷണൽ സ്പെക്ട്രം ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. എങ്ങനെ ഉണ്ടായിരിക്കും സ്പെക്ട്രം? നമ്മൾ റൊട്ടേഷനിൽ സ്പെക്ട്രം പഠിച്ചില്ലേ? നോക്കൂ, 0 to 1 ട്രാൻസിഷൻ ആകുമ്പോൾ ഇവിടെ ഒരു ലൈൻ കിട്ടും. ദെൻ 1ൽ നിന്ന് 2ലേക്ക് ഇവിടെ കിട്ടും. ഓരോ ലൈന് കിട്ടും, ഓരോ ലൈനും ഈക്വലി സ്പേസ്ഡ്. ഇതാണല്ലോ റൊട്ടേഷണൽ സ്പെക്ട്രം നമുക്ക് കിട്ടുക. ഇങ്ങനെ ഓരോ ലൈനും ഇങ്ങനെ കിട്ടുമെന്ന് പഠിച്ചു അല്ലേ. അതുപോലെ നമുക്ക് വൈബ്രേഷണൽ സ്പെക്ട്രം എങ്ങനെയാണ് കിട്ടുക എന്നാണ് നോക്കേണ്ടത്. വൈബ്രേഷണൽ സ്പെക്ട്രം ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. അതായത് വി ഡബിൾ ഡാഷ് എന്നുള്ളൊരു ലോവർ എനർജി ലെവലിൽ നിന്ന് അടുത്ത എനർജി ലെവൽ വി ഡാഷ്, ഇത് വി ഡബിൾ ഡാഷ്, ഇത് വി ഡാഷിലേക്കൊരു ട്രാൻസിഷൻ നടക്കുകയാണ് വിചാരിക്കൂ. ഇത് ട്രാൻസിഷൻ ഫ്രം ലോവർ എനർജി വി ഡബിൾ ഡാഷ് ടു വി ഡാഷ്. അപ്പോൾ എന്താണ് ചേഞ്ച് ഇൻ എനർജി? എന്തായിരിക്കും? ഡെൽറ്റ ഇ വി എന്നാണ് പറയേണ്ടത് അല്ലേ. ഡെൽറ്റ ഇ വി ഈസ് ഈക്വൽ ടു എനർജി ഓഫ് ദ ഫസ്റ്റ്. ഏതിനാണ് എനർജി കൂടുതൽ അതിൽ നിന്ന് മറ്റത് കുറയ്ക്കുക അല്ലേ. അപ്പോൾ എനർജി ഓഫ് വി ഡാഷ് ലെവൽ മൈനസ് എനർജി ഓഫ് വി ഡബിൾ ഡാഷ് ലെവൽ എന്ന് കൊടുത്തു. ഇനി വി ഡാഷ് ലെവലിൻ്റെ എനർജി എന്തായിരിക്കും? ഇ വി എന്ന് പറഞ്ഞാൽ വി പ്ലസ് ഹാഫ് എച്ച് ന്യൂ അല്ലേ. അപ്പോൾ ഈ വി ഡാഷിനെ നമുക്ക് എന്തെങ്ങനെ ഇടാം? വി ഡാഷ് പ്ലസ് ഹാഫ് എച്ച് ന്യൂ ഓസിലേഷൻ മൈനസ് ഈ വി ഡബിൾ ഡാഷിൻ്റെ എനർജി എന്തായിരിക്കും? വി എന്നുള്ളിടത്ത് വി ഡബിൾ ഡാഷ് കൊടുക്കുക. വി ഡബിൾ ഡാഷ് പ്ലസ് ഹാഫ് എച്ച് ന്യൂ ഓസിലേഷൻ എന്ന് വരും. അപ്പോൾ ഇതിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും വി ഡാഷ് മൈനസ് വി ഡബിൾ ഡാഷ് എച്ച് ന്യൂ ഓസിലേഷൻ എന്ന് പറയും. വി ഡാഷ് മൈനസ് വി ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി അല്ലേ. ഡെൽറ്റ വി എച്ച് ന്യൂ ഓസിലേഷൻ എന്ന് കിട്ടും നമുക്ക്. ഇ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി എച്ച് ന്യൂ ഓസിലേഷൻ എന്ന് കിട്ടും. അതായത് രണ്ട് വൈബ്രേഷൻ എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ്. ആൻഡ് അബ്സോർപ്ഷൻ ആണെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ വി എന്ന് പറയുന്നത് +1 ആണ് അല്ലേ അബ്സോർപ്ഷൻ. അല്ല എമിഷൻ ആണെങ്കിൽ ഡെൽറ്റ വി ഈക്വൽ ടു -1 ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇ വി ഈക്വൽ ടു ഡെൽറ്റ ഇ വി അബ്സോർപ്ഷൻ ആണെങ്കിൽ ഡെൽറ്റ ഇ വി +1 ആണ്. അപ്പോൾ ഡെൽറ്റ വിക്ക് പകരം 1 എന്ന് കൊടുക്കുക. നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ഇ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി എന്തായിരിക്കും? +1 എച്ച് ന്യൂ oscillation that is expressed in joule. HC H new oscillation expressed in joule. When delta E we expressed in ഒമേഗയിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? HC ഒമേഗ ഓസിലേഷൻ. ഇത് എക്സ്പ്രസ്ഡ് ഇൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അപ്പോൾ യുടെ വാല്യൂ എച്ച് ന്യൂ ഓസിലേഷൻ വരും, അല്ലെങ്കിൽ HC ഒമേഗ ഓസിലേഷൻ എന്ന് പറയും. ഇത് ജൂളിൽ, ഇത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ. അപ്പോൾ ഇത് ജൂൾസിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് നമ്മൾ 8 എന്ന് കൊടുത്തു, ഇതിന് 9 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? മോളിക്യൂൾ ഓസിലേറ്റ് ചെയ്യുമ്പോഴുള്ള ചേഞ്ചിൻ്റെ ഡെൽറ്റ ഇ ആണ് കേട്ടോ എച്ച് ന്യൂ ഓസിലേഷനും ഇത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇത് നമുക്കറിയാം മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ പുറമേ നിന്നൊരു IR റേഡിയേഷൻ വന്ന് വീഴുന്നു. ഓക്കെ, ആ IR റേഡിയേഷൻ മോളിക്യൂൾ അബ്സോർബ് ചെയ്യുമ്പോഴാണല്ലോ വൈബ്രേഷണൽ ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ വരുന്ന റേഡിയേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, IR റേഡിയേഷൻ. ഇപ്പോൾ റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയെ നമുക്ക് ന്യൂ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം, അതിൻ്റെ വേവ് നമ്പറിനെ ന്യൂ ബാർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം.
അപ്പോൾ വരുന്ന ആളുടെ എനർജി ഡെൽറ്റ ഇയെ നമുക്ക് എന്ത് റെപ്രസെൻ്റ് ചെയ്യാം? എച്ച് ന്യൂ ആണ് എന്ന് പറയാം, ദാറ്റ് ഈസ് ഇൻ ജൂൾസ്. അല്ലെങ്കിൽ ഡെൽറ്റ ഇ ഈക്വൽ ടു എച്ച് സി ന്യൂ ബാർ വെൻ ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഇപ്പോൾ ഇതിന് നമ്മൾ 10 കൊടുത്തു, ഇതിന് 11 കൊടുത്തു. ഇത് മോളിക്യൂൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള എനർജി ഡിഫറൻസ്. ഇത് വരുന്ന റേഡിയേഷൻ്റെ എനർജിയാണ് പറയുന്നത്. നൗ കമ്പയർ 9 ആൻഡ് 11. 9ഉം 11ഉം കമ്പയർ ചെയ്യും. ഇതും ഡെൽറ്റ ഇ വി ആണ്, ഇതും ഡെൽറ്റ ഇ, ഇത് ഡെൽറ്റ ഇ ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? എച്ച് സി ഒമേഗ ഓഫ് ഓസിലേഷൻ ഈസ് ഈക്വൽ ടു എച്ച് സി ന്യൂ ബാർ. ഇത് ഓസിലേഷൻ്റെ കാര്യം, ഇത് വരുന്ന റേഡിയേഷൻ്റെ കാര്യം. ഇത് രണ്ടും കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂ ബാർ ഈസ് ഈക്വൽ ടു ഒമേഗ ഓസിലേഷൻ എന്ന് കിട്ടും. ഇത് വരുന്ന റേഡിയേഷൻ്റെ വേവ് നമ്പർ, ഇത് മോളിക്യൂൾ ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ഒരു മോളിക്യൂൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. വെൻ ദിസ് ഫ്രീക്വൻസി ഈക്വൽസ് ടു ദി ന്യൂ ബാർ ഓഫ് ദ കമ്മിങ് റേഡിയേഷൻ, വരുന്ന റേഡിയേഷൻ്റെ ന്യൂ ബാർ ഈ ഓസിലേറ്റിംഗ് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആവുമ്പോഴാണ് അവിടെ ട്രാൻസിഷൻ നടക്കുന്നത് എന്നൊരു കാര്യമാണ് നമുക്കിതിന് മനസ്സിലാവുന്നത്. അല്ല, വരുന്ന ആളുടെ ന്യൂ ബാർ വേവ് നമ്പർ ഇതിനേക്കാൾ കൂടുതലോ കുറവോ ആണെങ്കിൽ ആ ട്രാൻസിഷൻ നടക്കില്ല. അപ്പോൾ ഈ ഒമേഗ ഓസിലേഷൻ എന്നുള്ള ട്രാൻസിഷൻ എപ്പോഴും ഈക്വൽ ആയിരിക്കണം. അതായത് IR റേഡിയേഷൻസ് വരുമ്പോൾ മാത്രമാണ് ഇത് ഈക്വലായി വരുന്നുള്ളൂ. അപ്പോൾ IR റേഡിയേഷൻ വരുമ്പോൾ മാത്രമാണ് വൈബ്രേഷണൽ ട്രാൻസിഷൻ നടക്കുന്നുള്ളൂ. അതിങ്ങനെയാണ് മനസ്സിലാവുന്നത്. ദാറ്റ് ഈസ് ദ ന്യൂ ബാർ ഓഫ് ദ ഇൻസിഡൻറ്റ് റേഡിയേഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ദി oscillating frequency of the simple harmonic of that molecule, then only there occurs absorption. ഇതാണ് ആ കണ്ടീഷൻ. എന്നാൽ മാത്രമാണ് അബ്സോർപ്ഷൻ നടന്നിട്ട് ട്രാൻസിഷൻ നടക്കുന്നുള്ളൂ. ഓക്കെ, സോ ഇതാണ് കണ്ടീഷൻ. നമ്മൾ മോളിക്യൂൾ ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി വരുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ, ഇത് ഫ്രീക്വൻസി എക്സ്പ്രസ്ഡ് ഇൻ സെൻറ്റിമീറ്റർ, ദിസ് ഇസ് ഫ്രീക്വൻസി എക്സ്പ്രസ്ഡ് ഇൻ സെൻറ്റിമീറ്റർ, ഈക്വൽ ആകുമ്പോൾ മാത്രമാണ് ട്രാൻസിഷൻ നടക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ. ഇനി നമുക്ക് നോക്കാം, അപ്പോൾ എന്താ ഉണ്ടാവുക? ഇതാണ് നമ്മളുടെ മോളിക്യൂൾ അല്ലേ. ഓക്കെ, ഹാഫ് എച്ച് ന്യൂ എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഹാഫ് എച്ച് സി ഒമേഗ ഓസിലേഷൻ. ഇത് ഹാഫ് എച്ച് സി ഒമേഗ ഓസിലേഷൻ, 5/2 എച്ച് സി ഒമേഗ ഓസിലേഷൻ, 7/2 എച്ച് സി ഒമേഗ ഓസിലേഷൻ. ഓക്കെ, വേണമെങ്കിൽ വീണ്ടും വരയ്ക്കാം. ഇത് നമ്മളുടെ ട്രാൻസിഷൻ എനർജി ഒരു പാരാബോളിക് ഫങ്ഷനായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇത് ഓരോ എനർജി ലെവൽസാണ്. എനർജി ലെവൽ V equal to 0, V equal to 1, V equal to 2. ഇത് ഹാഫ് എച്ച് സി ഒമേഗ ഓസിലേഷൻ, 3/2 എച്ച് സി ഒമേഗ ഓസിലേഷൻ, 5/2 എച്ച് സി ഒമേഗ ഓസിലേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് V equal to 0 നിന്ന് 1 ട്രാൻസിഷൻ നടക്കുന്നു. അപ്പോൾ ഒരു എനർജി ഉണ്ടാവും. ട്രാൻസിഷൻ നടന്നു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഒരു ലൈൻ കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ലൈനാണ് കിട്ടുക. ഇനി വീണ്ടും ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു ട്രാൻസിഷനാണ് വിചാരിച്ചോളൂ. അതിൻ്റെ എനർജിയും ഈ എനർജിയും സെയിം ആണ്, കാരണം ഈക്വലി സ്പേസ് അല്ലേ. അപ്പോൾ ഈ ട്രാൻസിഷൻ കാരണം ഇതേ തന്നെയാണ് നമുക്കൊരു ലൈൻ കിട്ടുക. ദെൻ അവിടുന്ന് അപ്പുറത്തേക്കൊരു ട്രാൻസിഷൻ നടന്നാലും എല്ലാത്തിൻ്റെയും എനർജി സെയിം അല്ലേ, ആ എനർജിക്ക് കറസ്പോണ്ടിങ് അല്ലേ നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഓൺലി 1 അബ്സോർപ്ഷൻ ലൈനാണ് കിട്ടുക, ഓൺലി 1 അബ്സോർപ്ഷൻ ലൈൻ. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ ഒരൊറ്റ ലൈനേ നമുക്ക് കിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഒറ്റ ലൈൻ വന്നത്? ഓൾ ആർ ഈക്വലി സ്പേസ്ഡ്. പക്ഷേ നമ്മളുടെ റൊട്ടേഷണൽ നോക്കൂ, വ്യത്യാസമുണ്ട് അല്ലേ. അങ്ങനെ വ്യത്യാസം ഉണ്ടായത് കാരണം നമുക്ക് ഓരോരോ ലൈൻ കിട്ടിയത്, ഓരോ ട്രാൻസിഷനും ഓരോരോ ലൈൻ കിട്ടിയത്. പക്ഷേ ഇവിടെ വൈബ്രേഷനിൽ എല്ലാ ട്രാൻസിഷൻസും ഈക്വൽ എനർജി ആയതുകൊണ്ട് വി വിൽ ഗെറ്റ് ഓൺലി 1 ലൈൻ ഇൻ ദി വൈബ്രേഷണൽ സ്പെക്ട്രം. ഇതാണ് ഒബ്റ്റെയിൻ ചെയ്യുന്ന വൈബ്രേഷണൽ സ്പെക്ട്രം.